ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവും ആയിരുന്ന ബീഗം ഖാലിദ സിയ അന്തരിച്ചു എന്നതാണ്. ഏറെ നാളായി അസുഖബാധിതയായി ധാക്കയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഖാലിദ സിയ വിട പറയുമ്പോൾ അത് ബംഗ്ലാദേശിൻ്റെ തന്നെ ചരിത്രവുമായി എഴുതച്ചേർത്തപ്പെട്ട ഒരു പേര് കൂടിയാണ് എന്നതാണ് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടത്. വളരെ പെട്ടെന്ന് ഖാലിദ സിയയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് സ്വന്തം ഭർത്താവിൻ്റെ മരണം അത് ഒരു കൊലപാതകമായിരുന്നു. അതിനുശേഷം പട്ടാള ഭരണം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ പട്ടാള ഭരണത്തിന് എതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന് അങ്ങനെ ജനാധിപത്യ പ്രതിഷേധങ്ങളിലൂടെ ആണ് രാഷ്ട്രീയ രംഗത്തേക്ക് ബീഗം ഖാലിദ സിയ ചുവടെടുത്തു വെച്ചത്. അങ്ങനെയാണ് അവർ പിന്നീട് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി മാറുന്നത്. ആദ്യ വനിതാ പ്രധാനമന്ത്രി എന്ന പ്രത്യേകതയുണ്ട്. 1991 ആണ് ആദ്യമായി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത്. 91 മുതൽ 96 വരെ, പിന്നീട് 2001 മുതൽ 2006 വരെയും പ്രധാനമന്ത്രി എന്ന പദവി അവർ അലങ്കരിച്ചു. ഒരു വനിതാ പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ ഒട്ടേറെ കാര്യങ്ങൾ വനിതകൾക്ക് വേണ്ടി അടക്കം ചെയ്യാൻ സാധിച്ചിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി. അതോടൊപ്പം ബംഗ്ലാദേശ് പോലെയുള്ള ഒരു രാജ്യം സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ട പശ്ചാത്തലമുണ്ട്. അതായത് സർക്കാർ സംവിധാനങ്ങൾ കൊണ്ട് ആ രാജ്യത്തെ കരുപ്പിടിപ്പിക്കുക എന്നത് പ്രായോഗികമല്ലാത്ത സാഹചര്യത്തിലായിരുന്നു സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയത്. ബീഗം ഖാലിദ സിയയുടെ കാലഘട്ടത്തിൽ ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ കൂടി അവരെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് വിദ്യാഭ്യാസ മേഖല പുരോഗമനം, അതായത് സ്ത്രീകളുടെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗമനത്തിന് വേണ്ടി നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന നേതാവാണ് ബീഗം ഖാലിദ സിയ എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തേണ്ടതായി വരുന്നത്. ഒപ്പം ഈ 1991 ഒരു ചുഴലിക്കാറ്റ് അത് വലിയ തോതിൽ ബംഗ്ലാദേശിനെ പിടിച്ചുലച്ച ഒന്നായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഖാലിദ സിയയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം പ്രശംസനീയമായ ഒന്നായിരുന്നു. പിന്നീട് അഴിമതി കേസിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 2014 അഴിമതി കേസിൽപ്പെട്ടത്. അതിനുശേഷം 2018 ആണ് അഴിമതി കേസിൽ ബീഗം ഖാലിദ സിയ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ ജയിൽ ശിക്ഷ അടക്കം അനുഭവിച്ച സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ആരോഗ്യപരമായ കാരണങ്ങളാൽ ശിക്ഷ മരവിപ്പിച്ചു നിർത്തുകയും അതിനുശേഷം ജയിൽ മോചിതയാവുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ സംഭവബഹുലമായ ഒരു രാഷ്ട്രീയ അധ്യായത്തിന് ആണ് ഇവിടെ തിരശ്ശീല വീഴുന്നത് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ബംഗ്ലാദേശ് ഇപ്പോഴും കലാപകലുഷിതമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നിലവിലെ പ്രധാനമന്ത്രിക്ക് ആഭ്യന്തര കലാപത്തിൽ രാജ്യം വിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണ് അഭയം പ്രാപിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശ് ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഫെബ്രുവരി 12 ആ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ അജയ് സുധാ ബിജുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, ബീഗം ഖാലിദ സിയ രോഗബാധിതയായിരുന്നു, ചികിത്സയിലായിരുന്നു. ഒരു പക്ഷേ ഒരു തിരിച്ചുവരവ് എന്നത് അത്ര പ്രതീക്ഷിച്ചിരുന്നതല്ല. എങ്കിൽ പോലും എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഒപ്പം മരണാനന്തര ചടങ്ങുകൾ സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ? അഭിലാഷ്, നിലവിൽ മരണാനന്തര ചടങ്ങുകൾ അത് നാളെ നടത്താനാണ് പാർട്ടി BNP തീരുമാനിച്ചിട്ടുള്ളത്. BNPയുടെ തന്നെ ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ഇപ്പോഴും പാർട്ടിയിലെ ഒരു ഉന്നത നേതാവായിരുന്നു ഈ ബീഗം ഖാലിദ സിയ എന്ന് പറയുന്നത്. 80-ാം വയസ്സിലായിരുന്നു ഒരു അന്ത്യമെന്ന് പറയുന്നത്. ഈ ഫെബ്രുവരി 12 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർ നാമനിർദ്ദേശ പത്രിക ഉൾപ്പെടെ സമർപ്പിച്ചിരുന്നു. അവരുടെ പേരിൽ പാർട്ടിയാണ് ഇത്തരമൊരു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ രോഗം മൂർച്ഛിച്ച് അത് അപകട നിലയിലായി ഒരു മരണം സംഭവിക്കുന്നത്. ഇക്കഴിഞ്ഞ 23-ാം തീയതിയാണ് അവരെ ധാക്കയിലുള്ള അപ്പോളോ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം ഈ രോഗം മൂർച്ഛിച്ച സാഹചര്യത്തിൽ വിദേശത്തേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോകാനെല്ലാം പാർട്ടി ആലോചിച്ചിരുന്നു. ഇന്ന് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം അസുഖം കൂടുതൽ ഗുരുതരമായിട്ടുള്ള നിലയിലേക്കെല്ലാം പോയിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ ദുബായിലേക്കെല്ലാം വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകാം എന്നുള്ള എയർലിഫ്റ്റ് ചെയ്യാനുള്ള ആലോചനയെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ആ സമയത്തുള്ള ഇന്നലെ ഉണ്ടായിരുന്ന ആ ഒരു ആരോഗ്യനില വെച്ചിട്ട് എയർലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് അസാധ്യം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കടന്നു പോകുന്നതിനിടെയാണ് ഇന്ന് രാവിലെ 6 മണിക്ക് മരണം സംഭവിച്ചത്. BNP തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് പുറപ്പെടുവിച്ചത്. ഈ ഒരു സമയത്ത് തന്നെയാണ് ഇവരുടെ മകനായിട്ടുള്ള
താരിഖ് റഹ്മാൻ ഇപ്പോൾ നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ ഖാലിദ സിയ മരിച്ച സാഹചര്യത്തിൽ BNPയുടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാജ്യത്തെ നയിക്കുന്നത് അത് തീർച്ചയായിട്ടും താരിഖ് റഹ്മാനാണ്. ഈ ഖാലിദ സിയയുടെ അവരുടെ ഒരു രാഷ്ട്രീയ ചരിത്രം നോക്കുകയാണെങ്കിൽ 1981 ശേഷമാണ് ഇവർ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി കടന്നു വന്നത് എന്ന് പറയാൻ സാധിക്കും. 1977 ഇവരുടെ ഭർത്താവ് വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. സിയാഉൾ റഹ്മാൻ അദ്ദേഹം ബംഗ്ലാദേശിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുകയാണ് സിയാഉൾ റഹ്മാൻ ഈ പട്ടാള അട്ടിമറിയെ തുടർന്ന് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ ഈ പട്ടാള ഭരണം അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഖാലിദ സിയ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഈ പ്രസിഡൻഷ്യൽ റൂളിൽ നിന്ന് ഒരു പാർലമെൻ്ററി റൂളിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിൽ പ്രധാന പങ്കും ഖാലിദ സിയ വഹിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം നടത്തിയത് ഖാലിദ സിയയുടെ നേതൃത്വത്തിൽ BNP പാർട്ടി തന്നെയായിരുന്നു. അതിനുശേഷം ആദ്യമായി അവർ ഭരണത്തിലേറുന്നത് 1991 91 മുതൽ 96 വരെ അവർ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ആ കാലയളവിൽ അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശ് കടുത്ത സാമ്പത്തിക നഷ്ടത്തിലൂടെയും കടുത്ത പ്രതിസന്ധികളിലൂടെയും കടന്നു പോവുകയായിരുന്നു. 91 ബംഗ്ലാദേശിനെ വീശിയടിച്ച വലിയൊരു ചുഴലിക്കാറ്റായിരുന്നു ആ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഒരു ഗുരുതരമായി ബാധിച്ച വലിയൊരു ഘടകമെന്ന് പറയുന്നത്. ആ ഒരു ചുഴലിക്കാറ്റിൽ 1,30,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ $2 ബില്യൺ നഷ്ടം ആ സമയത്ത് തന്നെ ബംഗ്ലാദേശിനുണ്ടായി. ആ സമയത്ത് രാജ്യത്തെ ഒരു പിടിച്ചു നിർത്തുക, ആ സാമ്പത്തിക നഷ്ടത്തിലേക്ക് താഴ്ന്നു പോകാതെ പിടിച്ചു നിർത്തുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം ഇവരുടെ ഒരു തലയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഖാലിദ സിയയുടെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ രാജ്യത്തുള്ള സാമ്പത്തിക വ്യവസ്ഥ. ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ അവർ വളർച്ചയുണ്ടാക്കിയ ഒരു പദ്ധതി എന്ന് പറയുന്നത്. അതുമാത്രമല്ല ബംഗ്ലാദേശിൻ്റെ വിദ്യാഭ്യാസ മേഖല പണ്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്ന കാലം മുതൽ തന്നെ ഈ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് വളരെ ഒരു മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ ഖാലിദ സിയയുടെ ഭരണകാലയളവിലാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം ഒരു പുരോഗതി ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസം രാജ്യത്ത് നിർബന്ധമാക്കി. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് ഭക്ഷണം എന്നുള്ളൊരു പദ്ധതി കൂടി അവർ കൊണ്ടുവന്നു. അങ്ങനെ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് അതുവഴി രക്ഷകർത്താക്കളെ കൂടി കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കാൻ നിർബന്ധിതരാക്കി. അങ്ങനെ നിരവധി പദ്ധതികൾ വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ പദ്ധതി. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം അതിലും ഒരു ഖാലിദ സിയ നിരവധി പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല പെൺകുട്ടികൾക്ക് പ്രത്യേക സ്റ്റൈപ്പൻഡ് അനുവദിക്കുക, നിരവധി പൊതുമേഖലയിലും സ്വകാര്യ മേഖലകളിലും പെൺകുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നീ കാര്യങ്ങളെല്ലാം ഖാലിദ സിയയുടെ നേതൃത്വത്തിൽ അന്ന് തന്നെ നടന്നിരുന്നു. അതിനുശേഷം 96 അവർ വീണ്ടും തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും പ്രധാനമന്ത്രി ആയെങ്കിലും അയോഗ്യയാക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് എതിർകക്ഷിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ് ഇവർ BNP തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് പിന്നീടാണ് ഇത്തരത്തിൽ അയോഗ്യയാക്കപ്പെട്ടത്. അതിനുശേഷം ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലയളവായിരുന്നു. തുടർന്ന് 2021 വീണ്ടും ഖാലിദ സിയ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ കയറി. അങ്ങനെ 2001 മുതൽ 2006 വരെയുള്ള കാലയളവിൽ വീണ്ടും അവരുടെ ഒരു ഭരണം കാണാൻ ബംഗ്ലാദേശിന് അവസരം ലഭിച്ചു. ഈ ഷെയ്ഖ് ഹസീനയും അതുപോലെ തന്നെ ഖാലിദ സിയയും തമ്മിലുള്ള ഒരു ഭരണപരമായിട്ടുള്ള പോരാട്ടം, രണ്ട് വനിതാ നേതാക്കൾ രാജ്യത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ വടംവലി, അതെല്ലാം ബംഗ്ലാദേശിൽ മാത്രമല്ല ലോകമാധ്യമങ്ങൾ തന്നെ ശ്രദ്ധ നേടിയ കാര്യമാണ്. ഇവർ ഖാലിദ സിയ ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി മാത്രമല്ല, ലോകത്ത് തന്നെ മുസ്ലിം രാജ്യങ്ങളിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ കയറിയ രണ്ടാമത്തെ പ്രധാനമന്ത്രി കൂടിയാണ് ഖാലിദ സിയ എന്ന് പറയുന്നത്. എന്നാൽ ഇതൊക്കെ ഉള്ളപ്പോഴും കടുത്ത ഒരു ഇന്ത്യ വിരുദ്ധതയും അവരുടെ കയ്യിലുണ്ടായിരുന്നു. നിരന്തരം ഇന്ത്യക്കെതിരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ എല്ലാം നടത്തിയിരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഷെയ്ഖ് ഹസീനയും അതുപോലെ
അതുപോലെ തന്നെ അവാമി ലീഗുമാണ്. അവാമി ലീഗും ഷെയ്ഖ് ഹസീനയും നിരന്തരം ഇന്ത്യയുമായി പുലർത്തിയിരുന്ന സൗഹൃദം, ഇന്ത്യയുമായി ഒപ്പിട്ടിരുന്ന കരാറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലെല്ലാം ഇവർ BNP എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത് കാരണം തുടർച്ചയായി അവർ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തി. അതുപോലെ തന്നെ ഇവരുടെ ഭരണകാലയളവിൽ ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു തീരുമാനമായിരുന്നു ഖാലിദ സിയ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി 2001 കാലത്ത് ഇവരുടെ ഒരു സഖ്യ രൂപീകരണം, പ്രധാനമായിട്ടും അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായെല്ലാം കൂടിച്ചേർത്ത് ഇവർ സഖ്യമുണ്ടാക്കിയത് നിരവധി വിമർശനങ്ങൾ ഇവർ കേൾക്കേണ്ടി വന്ന ഒരു സംഭവമായിരുന്നു. ഈ വർഗീയ പാർട്ടികളുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യം, അത് വലിയൊരു തരത്തിൽ അവർക്ക് തിരിച്ചടിയായ ഒരു സംഭവം കൂടിയായിരുന്നു. അത് പിന്നീട് ഇപ്പോൾ അവാമി ലീഗ് ഉൾപ്പെടെ അവരെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ ഒരു കരുവാക്കി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യം. അത് പിന്നീട് പതിറ്റാണ്ടുകളായി തുടർന്നെങ്കിലും ഇപ്പോൾ ഈ അടുത്താണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഖ്യം വരെ ഉപേക്ഷിച്ചത്. തുടർന്ന് ഇവർ ഇത്തരം വികസന പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഈ അഴിമതി കേസിൽ 2018 ശിക്ഷിച്ചത് കൂടി ഒരു ചരിത്രം തന്നെയാണ്. തീർച്ചയായും. അതായത് അജയ് സൂചിപ്പിക്കുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി എന്ന രാഷ്ട്രീയ പാർട്ടിയുമായുള്ള സഖ്യമടക്കം വലിയ തോതിൽ വിവാദമായ പശ്ചാത്തലമുണ്ട്. നിലവിൽ അവിടെ നിന്ന് രാജ്യം വിടേണ്ടി വന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിലക്കിയ സാഹചര്യം കൂടിയുണ്ട്. അതായത് ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മത്സരിക്കാൻ പറ്റിയിരുന്നില്ല. എന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ജമാഅത്തെ ഇസ്ലാമി മത്സരരംഗത്തുണ്ട്. അതേസമയം നിലവിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക്, അവാമി ലീഗിന് മത്സരിക്കാൻ പറ്റാത്ത വിലക്ക്. അങ്ങനെ സംഭവബഹുലമാണ് ബംഗ്ലാദേശിൻ്റെ ഒരു രാഷ്ട്രീയം. അവിടെ ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല അവിടെ നടക്കാൻ പോകുന്നത് എന്നതാണ് വസ്തുത. അവിടെയാണ് പട്ടാള ഭരണത്തിനെതിരെ പോരാട്ടം നയിച്ചുകൊണ്ട് മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ബീഗം ഖാലിദ സിയ വിട പറയുമ്പോഴും ബംഗ്ലാദേശ് എന്നത് കലാപകലുഷിതമായി ജനാധിപത്യം പിച്ച് ചീന്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെ കടന്നു പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു.